ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാധ്യമമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തിടനാട്. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. ഈ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാളിൽ രക്ഷിതഗണം കർത്താവിനെ ആരാധിക്കുന്ന മഹനീയമായ നിമിഷങ്ങളിൽ നമ്മുടെ കർത്താവിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 64-ാം വാക്യം. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ശിഷ്യഗണത്തോടും ലോകത്തോടും അറിയിച്ചതുപോലെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിക്കുന്നതിന് സമയമായപ്പോൾ ഗത്സമനയിൽ വെച്ച് പിടിക്കപ്പെടുകയും കയ്യഫാവിൻ്റെ അടുക്കൽ ക്രിസ്തുവിനെ കൊണ്ടുചെല്ലുകയും ചെയ്യുന്നു. ഒരു ജാതിക്ക് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നല്ലതെന്ന് പ്രവചിച്ച കയ്യഫാവിൻ്റെ അടുക്കൽ കർത്താവ് നിൽക്കുമ്പോൾ കയ്യഫാവ് പല കാര്യങ്ങൾ സാക്ഷികളെ നിർത്തി ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കയ്യഫാവിൻ്റെ ചോദ്യം, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? അതിൻ്റെ മറുപടിയാണ് നാം വായിച്ച വാക്യം, ഞാനാകുന്നു. കർത്താവിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് ശേഷം കയ്യഫാവ് മഹാപൗരോഹിത്യ വസ്ത്രം കീറി ക്രിസ്തുവിനെ ശിക്ഷിക്കണമെന്ന് പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഈ പ്രസ്താവന നാം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ രണ്ട് പ്രത്യേക വാക്കുകൾ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും. ഈ പ്രയോഗം ഒരു പുരോഹിതനെ സംബന്ധിച്ച് ശക്തമായി സ്വാധീനം ചെലുത്തുന്ന പ്രയോഗമാണ്. 110-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി വരുന്ന, ദൈവം പുരോഹിതനായി വരുന്ന മനോഹരമായ പ്രസ്താവനയാണ് അത്. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കാം. കർത്താവിനോട് അരുളി ചെയ്തത്. കർത്താവായ യേശു ക്രിസ്തു ദൈവമാണെന്ന്, നിത്യപുരോഹിതനാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രയോഗമാണ് സർവശക്തൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക എന്നുള്ളത്. നമ്മുടെ കർത്താവിൻ്റെ ദൈവികത്വവും നിത്യപൗരോഹിത്യവും ഈ വാക്കിൽ പ്രകടമാകുന്നു. രണ്ടാമത്തെ പ്രയോഗം, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. ഈ പ്രയോഗം ദാനിയേൽ കണ്ട ദർശനത്തിലെ മനോഹരമായ അനുഭവമാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ അതിൻ്റെ 13-14 വാക്യങ്ങളിൽ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജത്വം നശിച്ചു പോകാത്തതും ആകുന്നു. ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്ന മനുഷ്യപുത്രൻ മഹാദൈവമാണ്, അപ്പോൾ തന്നെ നിത്യരാജാവാണ്, അത്യുന്നതനാണ്. അവൻ്റെ ആധിപത്യം നിത്യാധിപത്യമാണ്, അവൻ്റെ രാജത്വം നശിച്ചു പോകാത്തതാണ്. ദൈവവും രാജാവുമായവൻ ആണ് ഈ മനുഷ്യപുത്രനെന്ന് ദാനിയേൽ പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തുമ്പോൾ മഹാപുരോഹിതൻ്റെ സപ്തനാഡികളും തളർന്നുപോയി എന്ന് നമുക്ക് വിചാരിക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തു ഞാനാകുന്നു എന്ന്
ദൈവപുത്രനാണ് താനെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, തുടർന്നു വരുന്ന വാക്കുകളിലൂടെ തൻ്റെ ശ്രേഷ്ഠ പദവികളെ പ്രകടമാക്കുകയാണ്. മഹാദൈവമാണ്, നിത്യപുരോഹിതനാണ്, നിത്യരാജാവാണ്, നിത്യദൈവമാണ്. അങ്ങനെ എന്നേക്കും ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിൽ നാം കാണുകയാണ്. പ്രിയമുള്ളവരെ, കയ്യഫാവിനോട് ഈ വാക്കുകൾ കർത്താവ് പറയുമ്പോൾ ഞാനും നിങ്ങളും അത് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വവും തേജസ്സും അത്യുന്നതമായ സ്ഥാനമാനങ്ങളൊക്കെ നാം തിരിച്ചറിയുകയാണ്. ആ സ്ഥാനത്തിൻ്റെ മുമ്പാകെ, മഹത്വത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. എന്നാൽ തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ ഒരു പ്രയോഗം നാം കാണുന്നുണ്ട്. 67-ാം വാക്യത്തിൽ, മത്തായി 26:67, അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി, ചിലർ അവനെ കന്നത്തടിച്ചു. ഈ മഹാദൈവവും നിത്യരാജാവും സർവശക്തനും ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന നിത്യപുത്രനുമായിരിക്കെ ഇവിടെ ആ മനുഷ്യപുത്രൻ എന്ന പ്രയോഗത്തിൻ്റെ മറ്റൊരാശയം വെളിപ്പെടുകയാണ്. നമുക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവൻ, നമുക്ക് വേണ്ടി തുപ്പലേൽക്കുന്നവൻ, നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്നവൻ. ആ സ്നേഹം എത്ര ശക്തമാണ്, അതെത്ര ആഴമുള്ളതാണ്. മഹാദൈവമായിരിക്കെ, നിത്യരാജാവായിരിക്കെ, നിത്യപൗരോഹിത്യമുണ്ടായിരിക്കെ, ആ ആധിപത്യം ഒരിക്കലും മാറ്റമില്ലാത്തതായിരിക്കെ എന്നെയും നിങ്ങളെയും തേടി ആ മഹത്വം കൈപ്പിടിയിൽ ഒതുക്കി വെച്ച് തൻ്റെ സ്ഥാനത്ത് നിലനിൽക്കാതെ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന നമ്മുടെ കർത്താവിനെ നാം കാണുമ്പോൾ, നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിക്കുന്ന കർത്താവ് നമ്മെ തന്നോടുകൂടെ നിത്യരാജ്യത്തിൽ വാഴുവാൻ, തന്നോടുകൂടെ എന്നേക്കും നാം ആയിത്തീരുവാൻ വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നിത്യരാജാവ്, നിത്യദൈവം, നിത്യപുരോഹിതൻ നമുക്ക് വേണ്ടി ഒരു സാധാരണ മനുഷ്യൻ നിൽക്കുന്നത് പോലെ നിന്ന് നമുക്ക് വേണ്ടി അനുഭവിച്ച ശിക്ഷകളെ നമുക്ക് ഓർക്കാം. നമ്മെ ഉദ്ധരിക്കുവാൻ, നമുക്ക് പാപമോചനം തരുവാൻ, നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് ചെയ്ത പ്രവൃത്തികളെയും ക്രൂശ് മരണത്തെയും ധ്യാനിച്ച് നന്ദി അർപ്പിച്ച് കർത്താവിനോട് പറയാം നമുക്ക്, കർത്താവേ, നീ ഇത്ര ഉന്നതനായിരിക്കെ എന്നെപ്പോലെ ഒരുവനെ തേടി നീ വന്നല്ലോ, നീ എന്നെ രക്ഷിച്ചല്ലോ, എൻ്റെ ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് എന്നെ നിൻ്റെ വകയാക്കി തീർത്തല്ലോ എന്ന് നമുക്ക് പറയാം. ആ മഹത്വം ദർശിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മോട് കാണിച്ച സ്നേഹത്തെ ഓർത്ത് നന്ദി പറയാം. ഈ രാവിലെ സമയം കർത്താവിൻ്റെ മുമ്പാകെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്ത് തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.